സർ, എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് താങ്കൾ. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ചില ദുരൂഹതകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിനുള്ള പങ്ക് എന്താണ്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സത്യത്തിൽ നവീൻ ബാബുവിനെ കൊന്നതാണ്, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ്. കൊന്നുകളഞ്ഞതിന് പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിലെ CPM പാർട്ടി ഇങ്ങനെ പലരെയും വകവരുത്തിയിട്ടുണ്ട്. ഒരാളെ മാത്രമല്ല, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ എന്ത് ഹീനമാർഗവും ഉപയോഗിച്ച് അവർ ഉന്മൂലനം ചെയ്യും. ഉന്മൂലന സിദ്ധാന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരം ലഭിച്ചൊരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തമാണ് ഇന്നും ആ പാർട്ടിയെ നയിക്കുന്നത്. നവീൻ ബാബു എങ്ങനെയാണ് മരിച്ചത്? 2 കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരാൾ കയറി തൂങ്ങി മരിക്കുമോ? 2 പെൺകുട്ടികളുള്ള ഒരാൾ ഒരു കുടുംബത്തെ അവശേഷിപ്പിച്ചിട്ട് ഒരു ആത്മഹത്യ കുറിപ്പെങ്കിലും എഴുതി വെക്കാതെ, ആ കുഞ്ഞുങ്ങളോടൊരു വാക്ക് പറയാൻ പോലും നിൽക്കാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? നവീൻ ബാബുവിനെ കൊന്നതാണ് എന്നുള്ളത് ഇത് കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? പത്തനംതിട്ടയിലെ CPM പാർട്ടി നവീൻ ബാബുവിനൊപ്പമാണെന്ന് പറയുകയാണ്. കണ്ണൂരിലെ പാർട്ടി നവീൻ ബാബുവിന് എതിരാണ്, അല്ലെങ്കിൽ ദിവ്യക്കൊപ്പമാണ്. PP ദിവ്യ എന്ന് പറയുന്നത് CPMന്റെ ഒരു പ്രതീകമാണ്. സത്യത്തിൽ PP ദിവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഈ കേസിലെ പ്രതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ പ്രവർത്തന രീതിയാണ്. പതിറ്റാണ്ടുകളായി അവർ പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയ ശൈലിയാണ്. ഇഷ്ടമില്ലാത്തവരെ വകവരുത്തുക, അവർക്കെതിരായി ദുഷ്പ്രചരണം നടത്തുക, അത് കാട്ടുതീ പോലെ പടർത്തുക, അവരെ അവഹേളിക്കുക, സ്വഭാവഹത്യ ചെയ്യുക, ഇല്ലാതാക്കുക. ആർക്കെതിരെ? കരുണാകരനെതിരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? AK ആന്റണിക്കെതിരെ ഉണ്ടായിട്ടില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടില്ലേ? ഏതെല്ലാം നേതാക്കന്മാരെ അവർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. സ്വന്തം പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള MV രാഘവനെ അധിക്ഷേപിച്ചിട്ടില്ലേ? KR ഗൗരിയെ ആക്ഷേപിച്ചിട്ടില്ലേ? CPM പാർട്ടിക്ക് അനഭിമുഖനാകുന്ന ആരെയും അവർ ഇല്ലാതാക്കും. കണ്ണൂരിൽ നവീൻ ബാബുവിന് അവർ ജോലി കൊടുത്തത് അദ്ദേഹം ഒരു പാർട്ടി അനുഭാവി ആയതുകൊണ്ടാണ്, പാർട്ടി കുടുംബക്കാരനായതുകൊണ്ടാണ്. പക്ഷെ പാർട്ടി പറയുന്ന എല്ലാം അദ്ദേഹം കേട്ട് കാണില്ല. കണ്ണൂരിൽ പല ഡീലുകളുണ്ട് പാർട്ടിക്ക്. ഇപ്പൊ പെട്രോൾ പമ്പ് ഒരു ഉദാഹരണം മാത്രമാണ്. ഈ പെട്രോൾ പമ്പ് മാത്രമാണോ കാരണം? കണ്ണൂരിലെ CPM പാർട്ടിയുടെ മറ്റേതെങ്കിലും ഡീൽ നവീൻ ബാബുവിൻ്റെ സത്യസന്ധമായ സർക്കാർ ഉദ്യോഗത്തിന്റെ ഭാഗമായി തടയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ CPMന് നൊന്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം പരിശോധിക്കണം. പത്തനംതിട്ടയിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലായിരുന്നു. ഞാൻ ആ സമരത്തിന് മുന്നിൽ നിന്ന ആളാണ്. എനിക്കതിൽ ഒരു കുറ്റബോധവുമില്ല. നവീൻ ബാബു കോൺഗ്രസ്സുകാരനായിട്ടല്ല, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവർ ഇടതുപക്ഷ സർക്കാർ സർവീസ് സംഘടനയിൽപ്പെട്ട ആളാണ്. പക്ഷേ അവർ രണ്ടുപേരും സത്യസന്ധരാണ്. ഞങ്ങൾക്കറിയാം. എനിക്ക് നവീൻ ബാബുവിനെ നേരിട്ടറിയാം. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോഴും അതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അറിയാം. എല്ലാവർക്കും അദ്ദേഹം സ്വീകാര്യനാണ്. അങ്ങനെയുള്ള സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊന്നുകളഞ്ഞിട്ട് അതിൻ്റെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢമായ ശ്രമമാണ് CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനെ മറയ്ക്കാൻ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടറി നേതാക്കന്മാരും നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി അവരെ സാന്ത്വനിപ്പിക്കുന്നു, അവർക്കൊപ്പമാണെന്ന് വരുത്തുന്നു. എന്നാൽ ഇപ്പോഴാണ് കേരളത്തിലെ CPM പാർട്ടിയും പത്തനംതിട്ടയിലെ CPM പാർട്ടിയും അവിടെ ആത്മാർത്ഥത തെളിയിക്കേണ്ടത്. അവർ ആ കുടുംബത്തിനൊപ്പമാണെങ്കിൽ ആ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് CBIക്ക് വിടണമെന്ന് കേസ്. പത്തനംതിട്ടയിലെ CPM പാർട്ടിയുടെ നിലപാടെന്താ? അതിനൊപ്പമാണോ? MV ഗോവിന്ദൻ CPM നേതാവ് CBI അന്വേഷണത്തെ എതിർക്കുന്നു. പത്തനംതിട്ടയിലെ CPM പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവർ പറഞ്ഞത് പച്ചക്കള്ളമല്ലെങ്കിൽ ഇപ്പോഴവർ ആ കുടുംബത്തിനൊപ്പം നിൽക്കണം, നിലപാടെടുക്കണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയോട് കത്തെഴുതാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനോ പത്തനംതിട്ടയിലെ CPM പാർട്ടി തയ്യാറാകണം. ഇതൊരു അടവ് നയമാണ്. പത്തനംതിട്ടയിലെ CPM കുടുംബത്തിനൊപ്പം, കണ്ണൂരിലെ CPM ശ്രീമതി ടീച്ചർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സഹധർമ്മിണി PP ദിവ്യക്കൊപ്പമാണ്. കണ്ണൂരിലെ DYFI PP ദിവ്യക്കൊപ്പമാണ്. പത്തനംതിട്ടയിലെ CPM പാർട്ടി ഒപ്പമാണെന്ന് പറയാം. ഒന്നുകിൽ പത്തനംതിട്ടയിലെ CPM പാർട്ടിക്ക് ഒരു വിലയും ആ പാർട്ടി കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണൂരിലെ പാർട്ടിയുടെ ഒരു മുഖം മൂടി മാത്രമാണ് പത്തനംതിട്ടയിലെ CPM പാർട്ടി. പത്തനംതിട്ടയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എതിരാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ആ പാർട്ടി നേതാക്കന്മാരെ വെച്ചോണ്ടിരിക്കില്ല. അത് ഭയന്നാണ് അവരാ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത് തുറന്നപോലെ പറയണം. പത്തനംതിട്ടയിലെ CPM പാർട്ടിയുടെ നിലപാട് ഒരു അടവ് നയമാണെന്നും കബളിപ്പിക്കലാണെന്നും വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, നവീൻ ബാബുവിൻ്റെ ഫോൺ പോലീസ് ഏറ്റുവാങ്ങി
ഏറ്റെടുത്തു. ഇതുവരെ ആ കുടുംബത്തെ തിരിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ഈ കേസ് അന്വേഷിക്കാൻ നവീൻ ബാബുവിൻ്റെ ഫോണാണ് എടുക്കേണ്ടത്. കളക്ടറുടെ ഫോൺ വാങ്ങണ്ടേ? പി ദിവ്യയുടെ ഫോൺ വാങ്ങണ്ടേ? ഈ കേസിൽ നവീൻ ബാബുവിനെതിരായി പരാതി കൊടുത്ത ആളുടെ ഫോൺ വാങ്ങണ്ടേ? ആരുടെയും ഫോൺ വാങ്ങുന്നില്ല. പോലീസ് അന്വേഷണം എങ്ങോട്ട് പോകുന്നു? പോലീസ് അന്വേഷണം കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നു. കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ഇത്ര വ്യഗ്രത CPM നേതൃത്വം കാണിക്കണമെങ്കിൽ കേരളത്തിലെ ജനലക്ഷങ്ങൾ ഒന്നടങ്കം എതിർത്ത ക്രൂരമായ കൊലപാതകം എന്ന് വിശ്വസിക്കുന്ന ഒരു കേസിൽ പോലും ക്രൂരമായ നിലപാട് CPM പാർട്ടിക്ക് എടുക്കണമെങ്കിൽ പി ദിവ്യ മാത്രമായിരിക്കില്ല ഈ കേസിലെ പ്രതി. പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ടാകണം. അതിന് ഒരു CBI അന്വേഷണം അനിവാര്യമാണ്. കോൺഗ്രസ് ശക്തമായി ആ കുടുംബത്തിനൊപ്പം നിൽക്കും. CBI അന്വേഷണമല്ല, ഏത് നിലപാട് സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാണെങ്കിലും പത്തനംതിട്ടയിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ആ കുടുംബത്തിനൊപ്പം നിൽക്കും. ഞങ്ങൾക്കതിൽ ഒരു രാഷ്ട്രീയ ലാഭവുമില്ല, ഒരു രാഷ്ട്രീയ നേട്ടവും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ആ കുടുംബത്തെ വേട്ടയാടി ഉപദ്രവിച്ചതാണ് എന്നുള്ള സത്യസന്ധമായ, ഞങ്ങൾക്ക് എല്ലാ കാലത്തും സത്യസന്ധമായ നിലപാടാണ്. അല്ല അടവ് നയം ഞങ്ങൾക്കില്ല. തോട്ട് കിട്ടാൻ വേണ്ടിയ നിലപാട്, ഒരു കൊലപാതകത്തെ പെരുപ്പിച്ച് കാണിക്കും, അതൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിടണം. ഉത്തരവിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു പലർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ്.